അപ്പോൾ ഞാൻ ഒരു 1.5 മണിക്കൂർ നേരം ഞാൻ വെച്ചുള്ളൂ, തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ. അതിനുശേഷം കഴുകിയിട്ടും നല്ലതായിട്ട് കളറ് പിടിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പം ഞാൻ തോർത്തിയ തോർത്ത്. ഞാൻ നാച്ചുറൽ ഹെന്ന ചെയ്തിട്ട് വന്നതാണ്, പക്ഷേ ലാസ്റ്റ് വാഷിൽ ഞാൻ വാഷ് ചെയ്തിട്ട് തോർത്തിയ തോർത്താണിത്. ഇത് കേട്ടോ, വെള്ള കളർ തോർത്തായിരുന്നു ആ ലാസ്റ്റ് വാഷിനും. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയോ, ഒരു മാസത്തിൽ ഞാൻ എത്ര വട്ടം എൻ്റെ ഹെയർ കഴുകി കളഞ്ഞിട്ടുണ്ടാവുമെന്ന്. ആ ലാസ്റ്റ് വാഷിലും എൻ്റെ തലേന്ന് ഇറങ്ങിപ്പോയ കളറാണ് ഈ തോർത്തലുള്ളത്. നാച്ചുറൽ ഹെന്നയല്ല, നാച്ചുറൽ ഹെന്നയാന്ന് പറഞ്ഞാലും അതിൽ കളർ മിക്സ് ചെയ്ത ഹെന്നയാണ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഹെന്ന വീഡിയോ ആണ്. കാരണം അത് കണ്ടോ, എൻ്റെ മുടിയെല്ലാം നന്നായിട്ട് നരച്ചിട്ടുണ്ട് കേട്ടോ. ഹെന്ന വീഡിയോ എന്ന് പറയുമ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ഹെന്നയെ കുറിച്ച് പല രീതിയിൽ ഹെന്ന ചെയ്യണത്. പക്ഷേ പിന്നെ ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് ഏത് ഹെന്നയാണ് ഞാൻ ഉപയോഗിക്കണത് എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ഉപയോഗിക്കണ ഹെന്നയും ഞാൻ ഇന്ന് എങ്ങനെയാണ് പിന്നെ ഹെന്ന ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ക്രൗൺ മാത്രം ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്രൗണാണ് ഞാൻ ചെയ്യണത്. അപ്പം ഇത് ഹെന്ന ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ അപ്ലൈ ചെയ്യുന്ന ഹെന്നയുടെ കളർ ഇതാണ് കേട്ടോ. കുറച്ച് ഹെന്നയെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളൂ, കാരണം ഞാൻ പറഞ്ഞല്ലോ ക്രൗൺ മാത്രം ഇടാനാണ്. കാരണം ഇവിടെ നല്ല തണുപ്പാണ്. ഇത് കണ്ട് ഞാൻ സെറ്ററൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കണത്, ഇത് ഞാനിപ്പോൾ ഹെന്ന പൗഡറും ആംല പൗഡറും മാത്രമേ ഉള്ളൂ. അതായത് 1 സ്പൂൺ ചായപ്പൊടിയും 1/4 ടീസ്പൂൺ കാപ്പിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം ആറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഹെന്നപ്പൊടിയും അതായത് മൈലാഞ്ചിപ്പൊടിയും പിന്നെ നെല്ലിക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട്, അതായത് എൻ്റെ ഹെയറിന് ആവശ്യത്തിനുള്ള പിന്നെ മൈലാഞ്ചിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1 സ്പൂണ് ആവല പൗഡർ അതായത് നെല്ലിക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണതാണ്. ഇതിപ്പോൾ ഇന്ന് ഞാൻ രാവിലെയാണ് മിക്സ് ചെയ്ത് വെച്ചത്. കാരണം തണുപ്പായതുകൊണ്ട് തന്നെ ഒരു 12 മണിയൊക്കെ ആയി കഴിയുമ്പോൾ ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചത്, നല്ലോണം വെയിൽ വന്നതിന് ശേഷം. കാരണം അങ്ങനെയാകുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ഒരുപാട് തണുപ്പ് എത്താതിരുന്നോളുമല്ലോ. പിന്നെ തന്നെയല്ല, എനിക്കാണെങ്കിൽ നല്ലതായിട്ട് അലർജി ഉള്ള ആളാണ്, തണുപ്പും അതുപോലെ ഡസ്റ്റും ഒക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ 12:10 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന ഹെന്ന ഏതാണെന്നുള്ളത്. ഇത് കണ്ട, ഈ ഹെന്നയാണ് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനൊരു 19-20 വർഷമൊക്കെ ആയിട്ടുണ്ടാകും ഞാൻ ഹെന്ന ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ സ്റ്റോറി ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ആദ്യമൊക്കെ എങ്ങനെയൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ. ഞാൻ ബ്യൂട്ടീഷ്യൻ ആകുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ തലയിൽ ഹെന്ന ഇടുന്ന ആളാണെന്ന് ചുരുക്കം. അപ്പോൾ ഓക്കെ, അന്നേരമൊക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതാണ്, ഈ ഹെന്ന പൗഡറാണ്. ഇത് കണ്ടോ. അതിനുശേഷം എനിക്ക് 1-2 പ്രാവശ്യം ഇത് കിട്ടാതെ വന്നപ്പോൾ, ഇപ്പോൾ ഒരു കുറച്ച് കാലമേ ഉള്ളൂ, ഒരു 2 വർഷമൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ, ഞാൻ ഈ ഹെന്ന പൗഡർ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ് ഇത്, ഈ മെഡിമെക്സിൻ്റെ ഹെന്ന. ഇതും വളരെ നല്ല ഹെന്ന പൗഡറാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന ഇടുമ്പോൾ എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ മുടിയേന്ന് കളർ ഇളകി പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ 2 ഹെന്ന പൗഡറും ധൈര്യമായിട്ടിടാം. ഇത് നാച്ചുറൽ ഹെന്ന പൗഡറാണ്, നല്ലോണം കളറും നമുക്ക് കിട്ടും, അതുപോലെ തന്നെ നാച്ചുറൽ ഹെന്ന പൗഡറുമാണ്. പിന്നെ ഞാൻ ചേർക്കണത് ആംലപ്പൊടിയാണ്. അപ്പോൾ ആംല പൗഡർ ഞാൻ പല കമ്പനിയുടെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇതിപ്പം ഡാറ്ററിൻ്റെ ആംല പൗഡറാണ്, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ആംല പൗഡർ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇന്നും മിക്സ് ചെയ്തതിനകത്ത് ഞാനത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹെന്നയ്ക്കകത്ത് മുട്ടയൊക്കെ ഇടുന്ന സമയത്ത് ചിലർക്ക് അതിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ ഹെന്നയുടെ സ്മെല്ലൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇത് കണ്ടോ, ഇവിടെ പിന്നെ നമുക്ക് ഇത് കണ്ടോ ഫ്രേഗ്രൻസ് ഹെന്ന പൗഡർ കിട്ടും. ഇത് കണ്ടോ, ലോങ് ലാസ്റ്റിംഗ് ഫ്രേഗ്രൻസ് എന്നാണ് ഇവിടെ എഴുതിക്കുന്നത്. നമുക്ക് ഈ ഫ്രേഗ്രൻസ് ഉള്ള ഹെന്ന പൗഡർ കിട്ടും. അപ്പോൾ ഇത് ഞാനധികം ഉപയോഗിക്കാറില്ല. എനിക്ക് ആ ഹെന്നയുടെ മണത്തോടൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, കാരണം ഞാൻ കുറേ വർഷങ്ങളായതുകൊണ്ടായിരിക്കും. എങ്കിലും പലപ്പോഴും എൻ്റെ പിള്ളേരൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവരൊക്കെ അടുത്തുള്ള സമയത്താണ് ഞാൻ ഹെന്ന ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഞാനൊരു 2 ടീസ്പൂൺ മാത്രം ഞാൻ ഉപയോഗിക്കുന്ന ഹെന്ന പൗഡറിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് ആ ഹെന്നയുടെ മുട്ടയുടെ മണമോ അങ്ങനെയൊന്നും, ഹെന്നയ്ക്കൊരു മണമുണ്ടല്ലോ, ആ ഹെന്നയുടെ മണമൊന്നും വരികയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും അതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിച്ചിട്ട്, ഇത് വാതികയുടെയാണ് കേട്ടോ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഹെന്ന മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എപ്പോഴാണോ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അന്നേരം മാത്രമാണ് ബാക്കി ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മുട്ട ചേർക്കാൻ പോകും. അപ്പോൾ എനിക്ക് കുറച്ച് ഹെന്ന ഉള്ളത് കൊണ്ട് ഞാൻ ഒരു മുട്ട ഫുള്ള് ചേർക്കുന്നില്ല, കാരണം ഒരു ഫുള്ള് മുട്ട ഇതിലേക്ക് ചേർത്തത് കൊണ്ട് കുഴപ്പമില്ല. ഒരു ഫുൾ മുട്ട ഇതിലേക്ക് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഒരുപാട് ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ശകലം ഒന്ന് പൊട്ടിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു ½ മുട്ട വൈറ്റും പിന്നെ യോക്കും കൂടെ ചേർത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണേ.
അപ്പോൾ ഇതേ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 5-6 ഡ്രോപ്പ് നാരങ്ങാനീരാണ്. നാരങ്ങാനീര് അല്ലാത്തപ്പോൾ ഞാൻ ചേർക്കാറില്ല, ചൂടുകാലത്തൊക്കെ ആവുമ്പോൾ ഞാൻ ചേർക്കാറില്ല. ഇപ്പം തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ എൻ്റെ തലയിൽ ഡാൻഡ്രഫ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 4-5 ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു 5-8 ഡ്രോപ്പ് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ഉറച്ചിരിക്കുക. ഞാൻ ചൂടാക്കിക്കൊണ്ട് വന്നതായിരുന്നു, എന്നിട്ടും ഉറച്ചിരിക്കുക. അപ്പോൾ അതെ ഞാനൊരു 2-3-5-6 ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ പിന്നെ ഇതിലേക്ക് ഞാൻ തൈര് ചേർക്കുന്നില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും എഗ്ഗ് ഒരെണ്ണം ഫുള്ളായിട്ടും ചേർക്കാൻ ശ്രമിക്കുക. എഗ്ഗ് ഫുള്ളായിട്ട് ചേർക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൈറ്റ് എങ്കിലും ചേർക്കുക. അതുപോലെ തന്നെ 1 സ്പൂൺ തൈര്, അതുപോലെ ഒരു 10-15 ഡ്രോപ്പ് വെളിച്ചെണ്ണ. പിന്നെ നാരങ്ങാനീര് നിങ്ങളുടെ തലയിൽ ഡാൻഡ്രഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇല്ലെങ്കിലും നന്നായിട്ട് ഹെന്നയുടെ കളറ് കിട്ടും. അപ്പോൾ അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ നാരങ്ങാനീര് ഉപയോഗിക്കുമ്പോഴും നമ്മൾ വളരെ കുറച്ച് മാത്രം, അക്കോർഡിംഗ് നമ്മുടെ ഹെയറിനും സ്കാൽപ്പിനും അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ എന്തോരം ഡാൻഡ്രഫ് ഉണ്ട് എന്നുള്ളതനുസരിച്ചിട്ട് മാത്രം നമ്മൾ നാരങ്ങാനീര് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഹെയറും സ്കാൽപ്പും ഒക്കെ കൂടുതൽ ഡ്രൈ ആവാനായിട്ട് അത് കാരണമാകും. കാരണം ഹെന്ന തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഹെന്ന നമ്മുടെ ഹെയറിനെയും സ്കാൽപ്പിനെയും ഒക്കെ ഡ്രൈ ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻഗ്രീഡിയൻറ്റും നിങ്ങൾ മസ്റ്റായിട്ടും ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ദേ ഇത് കണ്ടോ, ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. ഒരുപാട് വാട്ടറി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലേന്ന് അതിങ്ങനെ ഒലിച്ചിറങ്ങുകയും ചെയ്യും. മാത്രമല്ല അത് നമുക്ക് കോൾഡ് ഉണ്ടാക്കാനും പനി ഉണ്ടാക്കാനും ഒക്കെ കാരണമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഒരു കൺസിസ്റ്റൻസി മാത്രം മതി. ഒരുപാട് ലൂസായ കൺസിസ്റ്റൻസി അല്ലാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. അപ്പോൾ ഇതേ നിങ്ങൾക്ക് കാണാമല്ലോ എൻ്റെ ഹെയർ എന്തോരം നരച്ചിട്ടുണ്ടെന്നുള്ളത്. ദേ അപ്പോൾ ഞാൻ ഇനി ഇട്ടതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ടോയ്ലറ്റിൽ വന്ന് നിന്നിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഇത് കാണിച്ചു തരാമെന്ന് ക്രൗൺ ഇടുന്നത്. അപ്പോൾ ക്രൗണല്ല, ഞാനിത് കണ്ട് ഇവിടെ ഉച്ചി വരെ ഇടുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഞാൻ ആദ്യം ഇങ്ങനെ നടുവേ പാർട്ടീഷൻ ചെയ്തിട്ട് ദേ ഈ ഒരു ഭാഗം ഫുള്ള് ഞാൻ ഇട്ട് കഴിഞ്ഞു. അപ്പം അതിനുശേഷം എന്നിട്ട് ഞാൻ മുടിയെല്ലാം കൂടെ, അവിടുത്തെ മുടിയെല്ലാം കൂടെ ഞാൻ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വെച്ചു. അതിനുശേഷം ഇത് കണ്ടോ, നമ്മളിങ്ങനെ സെക്ഷനായി എടുത്തിട്ട് ആദ്യം ഇങ്ങനെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഇങ്ങനെ അതിൻ്റെ റൂട്ടിലേക്ക് നന്നായിട്ട് ഇങ്ങനെ അങ്ങ് തേക്കുക. അതിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ചെറിയതായിട്ട് തിന്ന ലെയറുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓരോ മുടിയേലും നന്നായിട്ട് കളറ് ആയിക്കോളും. അപ്പം നമുക്ക് നല്ല ഡാർക്ക് കളർ കിട്ടുകയും ചെയ്യും. വേണ്ട ഇങ്ങനെ അങ്ങ് എടുത്തിട്ട് അങ്ങനെ അങ്ങ് പരട്ടുക. അതിന് ശേഷം അത് ഇപ്പുറത്തിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് ചെയ്യുക. അതുപോലെ ഇങ്ങനെ അടുത്ത പ്രാവശ്യം നമ്മൾ ഓരോ പ്രാവശ്യം ലെയറുകൾ എടുക്കുന്നതിന് മുന്നേ നമ്മളിത് ഇവിടെയൊക്കെ നന്നായിട്ട് ഹെന്ന അങ്ങ് പരട്ടി വെക്കണം. എന്നിട്ട് വേണം നമ്മളിത് തിൻ ലെയറുകളായിട്ട് എടുക്കാനായിട്ട്. ഉണ്ടാവും തിൻ ലെയറുകളായിട്ട് എടുത്തതിന് ശേഷം ഇതിങ്ങനെ തന്നെ ഇതും കൊണ്ട് അങ്ങ് നമ്മുടെ ഈ ടൈലിൽ ഈ ബ്രഷിൻ്റെ ടൈലും കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ടതാ കണ്ടാതെ. എന്നിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുക നന്നായിട്ട്. ശകലം ബ്രഷിലോട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് നമ്മുടെ ഇവിടെയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ആ സ്കാൽപ്പയിലോട്ടും കൂടെ നന്നായിട്ട് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുത്തതിന് ശേഷം അടുത്ത സെക്ഷൻ എടുത്തിടുക. അപ്പോൾ ഇതേ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ പുള്ളിയാണെങ്കിൽ അയ്യോ എൻ്റെ മുഖത്തേട്ട് മുട്ടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടേ നല്ലോണം. ഫ്രണ്ട് ഇത്രയും ഭാഗമേ ഞാൻ ഇടുന്നുള്ളൂ. ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ചുണ്ട് ഇതിൽ, പക്ഷെ അത് ഞാൻ ഇടുന്നില്ല. കാരണം ഭയങ്കര ഇതായിട്ട് എനിക്ക് തണുക്കും ഞാനിതെല്ലാം കൂടി ഇട്ടാൽ. അപ്പം അത് കാരണം ഞാൻ ഇതെല്ലാം കൂടി ഇങ്ങനെ ഇനി ഇങ്ങനെ വെച്ചിട്ട് ഒരു ക്ലച്ചർ അങ്ങോട്ട് വെക്കാൻ പോവാം. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ക്ലച്ചറൊക്കെ കഴുകിയെടുത്താൽ മതിയല്ലോ. എന്നിട്ട് ഇനി ഞാൻ ഇവിടെയൊക്കെ ഇത് നന്നായിട്ട് അങ്ങ് ഇറക്കിയിടും കേട്ടോ. ഇച്ചിരി നന്നായിട്ട് നമ്മുടെ
നെറ്റിയിലോട്ട് ഇറങ്ങിയിരിക്കുന്ന ഹെയറൊക്കെ ഉണ്ടല്ലോ അതിലേക്കൊക്കെ നന്നായിട്ട് ഇച്ചിരി അങ്ങ് ഇറക്കിയിടും. കാരണം നമ്മുടെ ഈ മുഖം കഴുകുന്ന ഭാഗത്തെ ഹെയറിലൊക്കെ വേഗം പോകും. കാരണം നമ്മൾ ക്രീം ഉപയോഗിക്കുകയും ഫേസ് വാഷ് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട്, അത് കാരണം കൊണ്ട് ഞാൻ അവിടേക്ക് ഇച്ചിരി നന്നായിട്ട് ഡാർക്കായിട്ട് പിടിക്കാനായിട്ട് ഞാൻ ഈ ഭാഗത്തേക്ക് നന്നായിട്ട് ഇറക്കി അങ്ങിടുക കേട്ടോ. വേണ്ട നെറ്റിയിലേക്ക് ഇപ്പം നന്നായിട്ട് ഞാൻ ഇറക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഹെന്ന ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കഴുകി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. നോക്കട്ടെ എത്ര നേരം വെക്കാൻ പറ്റും എന്നുള്ളത് നോക്കണം. എന്നിട്ട് ഞാൻ കഴുകി കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ നന്നായിട്ട് കളർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1.5 മണിക്കൂർ നേരം ഞാൻ വെച്ചുള്ളൂ, തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ. അതിനുശേഷം കഴുകിയിട്ടും നല്ലതായിട്ട് കളർ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ കഴുകിയിട്ട് എൻ്റെ ഹെയർ തോർത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നനഞ്ഞിരിക്കുക കണ്ടോ, നനഞ്ഞിരിക്കുക. ഇതാണ് ഇപ്പം ഞാൻ തോർത്തിയ തോർത്ത്. ലാസ്റ്റ് പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഞാൻ വെളിയിൽ നിന്ന് ഹെന്ന ചെയ്തിട്ടാണ് വന്നത്. ഞാൻ നാച്ചുറൽ ഹെന്ന ചെയ്തിട്ട് വന്നതാണ്. പക്ഷേ ലാസ്റ്റ് വാഷ് ഇപ്പോൾ ഏകദേശം 1 മാസമായിട്ടുണ്ട്. ഞാനത് ഏകദേശം 1 മാസത്തെ ആവാറായിട്ടുണ്ട് ഞാൻ പിന്നെ ഹെന്ന ചെയ്തിട്ട് വന്നിട്ട്. അപ്പോൾ ലാസ്റ്റ് വാഷിൽ ഞാൻ വാഷ് ചെയ്തിട്ട് തോർത്തിയ തോർത്താണിത്. ഇത് കേട്ടോ, വെള്ള കളർ തോർത്തായിരുന്നു ആ ലാസ്റ്റ് വാഷിനും. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയോ, 1 മാസത്തിൽ ഞാൻ എത്ര വട്ടം എൻ്റെ ഹെയർ കഴുകി കളഞ്ഞിട്ടുണ്ടാവുമെന്ന്. ആ ലാസ്റ്റ് വാഷിലും എൻ്റെ തലേന്ന് ഇറങ്ങിപ്പോയ കളറാണ് ഈ തോർത്തലുള്ളത്. അതുപോലെ തന്നെ ഇറങ്ങിപ്പോയത് ഞാൻ കാണിച്ചു തരാം, ഓരോ പ്രാവശ്യം എങ്ങനെയാണ് എൻ്റെ തലേന്ന് വെള്ളം ഇറ്റ് വീണതെന്ന് മുടിയെന്ന്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെന്നയ്ക്ക് ശേഷവും നിങ്ങളുടെ മുടിയെന്നും ഇതുപോലെ കളർ ഇളകി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നാച്ചുറൽ ഹെന്നയല്ല. നാച്ചുറൽ ഹെന്നയാന്ന് പറഞ്ഞാലും അതിൽ കളർ മിക്സ് ചെയ്ത ഹെന്നയാണ്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന ഉപയോഗിച്ചതിന് ശേഷം ഇന്നിപ്പോൾ ഞാൻ വെറുതെ നോർമൽ വെള്ളത്തിലാണ് മുടി വാഷ് ചെയ്തത്. നോർമൽ വെള്ളത്തിൽ ഷാമ്പു ഒന്നും ഉപയോഗിക്കാതെ നോർമലായിട്ട് വാഷ് ചെയ്തിട്ട് വരുവാണ് ചെയ്തത്. ഇനി നമ്മൾ നാളെ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഓയിൽ വെച്ചതിന് ശേഷം, സ്കാൽപ്പിലും ഹെയറിലും നന്നായിട്ട് ഓയിൽ വെച്ചതിന് ശേഷം 1 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്തിട്ട് ഡബിൾ ഷാംപൂയിങ് ചെയ്ത് കളയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഹെന്നയിൽ കിട്ടുന്ന കളറ് നമ്മുടെ മുടിയേന്ന് പിന്നെ ഒരിക്കലും ഇറങ്ങിപ്പോകത്തില്ല. ഇതുപോലത്തെ ഒരുപാട് വീഡിയോകൾ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പുറത്തുനിന്ന് സാധാരണ ഹെന്ന ചെയ്യാറില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഇവിടെ തണുപ്പായത് കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടും ഞാൻ ചെയ്തിട്ട് വന്നതാണ്. പക്ഷേ ഇതുപോലത്തെ ഒരവസ്ഥ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.